ഈ ദിനത്തിൻ്റെ സുവിശേഷം തന്നെയാണ് വായിച്ചത്. ഈ ദിനം അത് വായിക്കാൻ, ഈ സമയത്ത് വായിക്കാൻ തീർത്തും അന്വർത്ഥമായ ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോളച്ചനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തിന് നന്ദി പറയാനും നമുക്ക് ഏറെ കാര്യങ്ങളുണ്ട്. അത്രമാത്രം നിർമ്മലവും ഏറ്റവും ദൈവത്തിന് പ്രിയങ്കരവുമായ ഒരു ജീവിതം നയിച്ച് കടന്നു പോകുന്ന നമ്മുടെ ഒരു ശ്രേഷ്ഠ പുരോഹിതൻ. അതിരൂപതയിൽ ഏറ്റവും പ്രായമുള്ള അച്ഛൻ നമ്മുടെ ജോർജ് വിധേയത്തിലെ അച്ഛനാണ്. തൊട്ട് താഴെ വരുന്നത് നമ്മുടെ പൊളച്ചനാണ്. പൊളച്ചനാണ് പ്രായം കൊണ്ട് 2ാം സ്ഥാനത്തെങ്കിലും പോൾ കാഞ്ഞിരക്കാട്ടുകാരിയച്ഛൻ പറയുകയായിരുന്നു, ഞാനാണ് പട്ടത്തിൽ മൂത്തത്. അവർ രണ്ടുപേരും തമ്മിൽ മാസങ്ങൾ വ്യത്യാസമുള്ളൂ. ഒരുമിച്ച് സെമിനാരിയിൽ ചേർന്നവരാണ്. പൊളച്ചൻ പിന്നീട് കോളേജിൽ പഠിക്കാൻ പോയതുകൊണ്ട് അക്കാലത്ത് BSc സയൻസ് വിഷയമെടുത്ത് നേരിട്ട് പഠിക്കാൻ പോയി. പിന്നീട് തൃശ്ശിനാപ്പള്ളിക്ക് പോയി. അങ്ങനെ പട്ടം അല്പം വൈകി കോളേജ് പഠനം കാരണം. അപ്പോൾ പട്ടത്തിൽ അദ്ദേഹമാണ് അതിരൂപതയിൽ ജീവിച്ചിരുന്നവരിൽ 2ാം സ്ഥാനത്ത്. വാസ്തവത്തിൽ പോൾ കട്ടക്കത്തോടച്ചിനെ കുറിച്ച് പ്രസംഗിക്കുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യവും, പ്രത്യേകിച്ച് എന്താ പറയേണ്ടത് എന്ന് ഞാൻ ഓർത്തപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തില് 1-ാം അധ്യായത്തിലെ 47-ാം വചനമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഫിലിപ്പോസ് നഥാനിയേലിനോട് താൻ യേശുവിനെ കണ്ടു എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ, യേശുവിനെ കുറിച്ച് ഫിലിപ്പോസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നഥാനിയേൽ യേശുവിനെ കാണാനായിട്ട് വരികയാണ്. വരുന്നത് കണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നത് എന്ന് തന്നെയാണ് നഥാനിയേലും മനസ്സിലാക്കിയത്. പറഞ്ഞ ആ വചനം തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും നമ്മുടെ പോളച്ചന് അന്വർത്ഥമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വചനം ഇപ്രകാരമാണ്: യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ കാപട്യമില്ലാത്ത യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഞങ്ങളുടെ വൈദിക സമൂഹത്തിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാനുള്ള 1-ാമത്തെ ആള് പൊളച്ചനായിരുന്നു. അദ്ദേഹം പള്ളികളിലിരിക്കുമ്പോഴും സ്ഥാപനത്തിലിരിക്കുമ്പോഴും എല്ലാം മുറിയിൽ ചെന്നാൽ വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ഒന്നും കാണാനില്ല അച്ഛനെ അല്ലാതെ, ആ ചെറിയൊരു ടേബിൾ അല്ലാതെ വേറൊന്നുമില്ല. വലിയ പ്രത്യേകത, ഏത് സമയത്ത് കാണുന്നിരുന്നാലും ആൾ അവൈലബിൾ ആയിരിക്കും. സംലഭ്യത അത് അത്ഭുതകരമായൊരു കാര്യമാണ്. മറ്റൊന്നിനെ കുറിച്ചും ആവലാതികളില്ല, ആകാംക്ഷകളില്ല, പരാതികളില്ല. ഏറ്റവും സിമ്പിളായിട്ട് ആൾക്കാരോട് ഇടപഴകുക, ഒരു ചെറിയ ചിരിയോടെ ഇടപഴകുന്ന പോളച്ചന്റെ നല്ല ഓർമ്മകൾ എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് ധാരാളമുണ്ട്. 69 മൈനസ് സെമിനാരി ചേർന്ന കാലം മുതൽ അച്ഛനറിയും. കാരണം മുഴിക്കുളത്ത് നിന്ന് 3 പേര് എൻ്റെ കൂടെ മൈനസ് സെമിനാരി ഉണ്ടായിരുന്നുകൊണ്ട് എപ്പോഴും ഇവിടെ വരുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു എനിക്ക്. കറുകുറ്റിയിൽ നിന്ന് സൈക്കിളിൽ വന്നാൽ മതി. ഇവിടെ വരുമ്പോൾ ജോർജ് മൂഞ്ഞലിച്ചൻ, ജോയി ചക്കേൻ, നമ്മൾ നേരത്തെ യാത്ര പറഞ്ഞ് പിരിഞ്ഞ പോൾ കൊളുവനച്ചൻ, 3 പേര് ഈ ഇടവകയിൽ നിന്ന്. സാധാരണ ഒരിക്കലും അങ്ങനെ സംഭവിക്കാറില്ല. അങ്ങനെ ഞങ്ങൾ 4 പേര് ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് 77-ൽ ഒരു വർഷക്കാലം ഞാൻ ഇവിടെ പാസ്റ്ററിന് വന്നപ്പോൾ കൂടുതലായിട്ട് അച്ഛനെയും അടുത്തറിയാനുള്ള അവസരം ഉണ്ടായി. അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ, അന്നുള്ള കുടുംബാംഗങ്ങളെല്ലാവരെയും, അച്ഛൻ്റെ ജ്യേഷ്ഠനെ ഉൾപ്പെടെ എല്ലാവരെയും വളരെ വ്യക്തിപരമായിട്ട് അറിയാമായിരുന്നു. ഒരു കൊല്ലക്കാലം അവരോടൊത്ത് ഇടപഴകിയതിൻ്റെ നല്ല ഓർമ്മകൾ എനിക്കുണ്ട്. അച്ഛന് കൂടുതൽ അടുത്തറിഞ്ഞത് ഞങ്ങളുടെ വികാരിയായിട്ട് 87 മുതൽ 91 വരെ കറുകുറ്റിയിൽ ഉണ്ടായിരുന്നപ്പോഴാണ്. അന്നും ഇന്നും എന്നും പൊളച്ചന്റെ ശൈലി ഒന്ന് തന്നെയായിരുന്നു. അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് ആദ്യമായിട്ട് എനിക്ക് ഒരു ഇടവക വികാരിയാകാനുള്ള കത്ത് കിട്ടിയത്. സൗത്ത് വാഴക്കുളം പള്ളിയിൽ വികാരിയാകാനുള്ള ആദ്യമായിട്ട് ഇടവക വികാരിയായത് അച്ഛൻ തന്ന ഒരു കത്ത് ഞാൻ എപ്പോഴും ഓർക്കുകയാണ്. അന്ന് വൈസ് ചാൻസലറായിരുന്നു.
അന്ന് ചാൻസലറാണ്. വികാരിയനാൾ വലിയ ആളായിട്ടൊന്നും, കാരണം വികാരിയനാൾ പിതാവായിരുന്നു, മംഗളൂരി പിതാവ്. പിന്നെ മാണിക്കലം പറമ്പിലച്ചൻ ചാൻസലർ അച്ഛൻ, ജോസഫ് ഇതയത്തലച്ചൻ പ്രോ ചാൻസലർ, വൈസ് ചാൻസലറായിട്ട് നമ്മുടെ പോൾ കട്ടയ്ക്കകത്തോട്ടച്ഛൻ. ഷോർട്ട് ടൈം അവിടെ ഉണ്ടായിരുന്നുള്ളൂ എനിക്കറിയാം. അച്ഛനാണ് ആദ്യത്തെ അപ്പോയിൻമെന്റ് ലെറ്റർ എനിക്ക് കൈമാറിയത്. അത് ഞാൻ ഓർക്കുന്നു ഇപ്പോഴും. അച്ഛൻ കറുകുറ്റിയിലായിരുന്ന സമയത്താണ് ഞാൻ വേദപാഠത്തിന് ഡയറക്ടർ ആകുന്നത്. ആ സമയത്തും എന്ന് കറുകുറ്റിയിൽ ചെന്നാലും അച്ഛൻ സ്വീകരിച്ചിരുന്ന രീതിയും പെരുമാറിയിരുന്ന ശൈലിയൊക്കെ വൈദികർക്ക് എന്നും ഉദാത്തമായ ഒരു മാതൃകയാണ്. എത്ര വലിയ പ്രശ്നങ്ങളുമായിട്ട് അച്ഛൻ്റെ അടുത്ത് ചെന്നാലും അച്ഛൻ വളരെ ശാന്തനാണ്. വലിയ കൊടുങ്കാറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ചെറിയൊരു മന്ദമാരുതൻ പോലെയാണ് അച്ഛൻ. ചെറിയ ഒരു എളിയ രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും. ഞാൻ അദ്ദേഹം വഴക്കിടുന്നത് കണ്ടിട്ടില്ല ഒരിക്കലും. 4 കൊല്ലം അവിടെ ഇരുന്നപ്പോൾ ഒരിക്കലും ഞാൻ ആരോടെങ്കിലുമൊക്കെ വഴക്കിട്ടതായിട്ട് ഞങ്ങൾ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇങ്ങനെയൊക്കെ അച്ഛന്മാർക്ക് ആകാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു പ്രചോദനമായിരുന്നു. വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല, ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും മനോഹരമായി ചിട്ടയായി ചെയ്യുന്ന ഒരു വൈദികൻ, അൻ ഓർഗനൈസ്ഡ് പേഴ്സൺ. ഏത് കാര്യം ഏറ്റാലും അത് കൃത്യതയോട് ചെയ്യും, സമയത്ത് ചെയ്യും, പൂർണ്ണതയിൽ ചെയ്യും. നമ്മളെയൊക്കെ അമ്പരിപ്പിക്കുന്ന വലിയ കാര്യങ്ങളും ചെയ്ത് അച്ഛൻ്റെ തൊട്ട് പിന്നാലെയാണ് ഞങ്ങൾക്ക് കവാലിപ്പാടിനച്ഛൻ വന്ന് പള്ളി പണിതൊക്കെ. അതുപോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ വലിയ കാര്യങ്ങളോ ഒന്നും അച്ഛൻ ചെയ്തിട്ടില്ല. പക്ഷേ അച്ഛൻ്റെ ഓർമ്മ ഇന്നും ഇടവജനങ്ങളുടെ മനസ്സിൽ, ഹൃദയത്തിൽ വളരെ ശക്തമായി ആഴമായിട്ടുമുണ്ട്. ആ ശാന്തമായ ഇടപെടലുകൾ തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം. എത്രയോ പള്ളികളിൽ അച്ഛൻ സേവനം അനുഷ്ഠിച്ചു. അത്ഭുതകരമാണ്. 17ഓളം ഇടവകകളിൽ അദ്ദേഹം വളരെ ശാന്തമായി ഇപ്രകാരം സേവനം ചെയ്തു. വലിയ ബഹളങ്ങൾക്കുള്ള പള്ളിയിൽ അച്ഛനെ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവിടെ കുളിർകാറ്റായിരിക്കും. അവിടെ മറ്റ് ബഹളങ്ങളോ പ്രശ്നങ്ങളോ എല്ലാം ശാന്തമാണ്. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പൗരോഹിത്യത്തെക്കുറിച്ച് അഭിമാനത്തോടെ എപ്പോഴും സംസാരിക്കുന്ന ഒരു വൈദികൻ. പറയക്കെട്ടി പിതാവ് അവരുടെ വീട്ടിൽ താമസിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ള കഥയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു. അതൊക്കെ ചോദിച്ചാലേ പറയുള്ളൂ കേട്ടോ, അല്ലാണ്ട് അഹങ്കാരത്തിന് വേണ്ടി എടുത്തു പറയുകയൊന്നുമില്ല. മുഴിക്കുളത്തെ ഇടവകയെക്കുറിച്ചോ ഒക്കെ സംസാരിക്കുമ്പോൾ ഓരോരുത്തരെയും കുറിച്ചും കൃത്യമായ അറിവുകൾ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ ഈ ശാന്തമായ ശൈലി ഞങ്ങളുടെ പൗരോഹിത്യ സമൂഹത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു നിധിയാണ്. അദ്ദേഹം പ്രവർത്തിച്ച മേഖലകളെല്ലാം, അത് ആധ്യാത്മിക പിതാവായിട്ട് മൈനർ സെമിനാരിയിൽ ഉണ്ടായിരുന്നപ്പോഴും, പിന്നീട് എല്ലാം ആശുപത്രിയിൽ വന്നത്, വൈസ് ചാൻസലറുടെ ചുരുങ്ങിയ ടൈമാണ് ഉണ്ടായിരുന്നതെങ്കിലും അദ്ദേഹം ഇടപഴകുന്ന മേഖലകളിലും അദ്ദേഹം പ്രവർത്തിച്ച ഇടവകകളിലുമെല്ലാം സാധാരണക്കാരായ മനുഷ്യർക്ക് വളരെ സ്വാതന്ത്ര്യത്തോടെ കടന്നു ചെല്ലാൻ സാധിക്കുന്ന, തങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളും വളരെ സ്വതന്ത്രമായിട്ട് പറയുവാനും അതിന് കാര്യനിവൃത്തി നടത്തിയെടുക്കാനും സാധിക്കുന്ന എപ്പോഴും സംലഭ്യനായിട്ടുള്ള വിശുദ്ധനായ ഒരു വൈദികൻ. അച്ഛൻ്റെ മാതൃക ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ പ്രചോദനമാണ്. അതിരൂപതയ്ക്ക് വലിയ ഒരു സമ്പത്താണ്. അച്ഛനെ മാതൃകയായിട്ട് സ്വീകരിച്ച ഒത്തിരിയേറെ പേര് അച്ഛൻ്റെ ആത്മീയ പുത്രന്മാരുണ്ട് എന്ന് എനിക്കറിയാം. അച്ഛൻ്റെ പൗരോഹിത്യത്തെ ഓർത്ത് നമ്മൾ ഇന്ന് ദൈവത്തിന് നന്ദി പറയണം. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചത്, മറിയത്തിൻ്റെ സ്തോത്രഗീതം ഈ ദിനത്തിൻ്റെ വായനയാണെങ്കിലും അത് ഈ മതസംസ്കാര വേളയിൽ വായിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വായനയാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ ജീവിച്ച ഏറ്റവും എളിയവനായ ഒരു പുരോഹിതൻ. പൗരോഹിത്യത്തെക്കുറിച്ച് എപ്പോഴും അഭിമാനത്തോടെ സംസാരിക്കുകയും സ്ഥാനമാനങ്ങളോ മറ്റൊന്നും അദ്ദേഹം അന്വേഷിച്ച് നടന്നിട്ടില്ല. എവിടെ നിയമിച്ചാലും ഏറെ സന്തോഷത്തോടെ ആ നിയമനം സ്വീകരിക്കുകയും വളരെ സന്തോഷത്തോടെ ആ ശുശ്രൂഷ ദൈവത്തിൻ്റെ മഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കും ഉതകുന്ന രീതിയിലും പൂർത്തീകരിക്കുന്ന മനോഹരമായൊരു പൗരോഹിത്യ ജീവിതത്തിൻ്റെ മുൻപിലാണ് നമ്മൾ ഇന്നായിരിക്കുക. 93 വർഷത്തെ ഈ ലോകവാസത്തിന് ശേഷം 62 വർഷത്തെ പൗരോഹിത്യം നൽകിയ വലിയ സമ്പത്ത്, അത് മുഴുവനുമായിട്ടാണ് അച്ഛൻ ഇന്ന് പിതാവിൻ്റെ പക്കലേക്ക് യാത്രയാവുക. നമുക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ അദ്ദേഹത്തെ യാത്രയാക്കാം. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ തിളങ്ങി നിന്ന
ഈ നല്ല ഭാവങ്ങൾ അത് ഞങ്ങൾക്ക് പുരോഹിതർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അടുത്തനുകരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ശ്രദ്ധേയവും ഏറ്റവും സിമ്പിളുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മൾക്ക് ഓർമ്മിക്കാം. പോളച്ചൻ്റെ ബന്ധുജനങ്ങൾക്ക് കുടുംബാംഗങ്ങൾക്ക് എല്ലാം തീർച്ചയായിട്ടും അവർ ജ്യേഷ്ഠന്മാരും സഹോദരിയും എല്ലാം കടന്നുപോയി. മറ്റുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്നും അഭിമാനിക്കാം. അനിയൻ മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുപോയതാണെന്ന് എനിക്ക് തോന്നുന്നു. 45 ദിവസമായുള്ളൂ വർഗീസച്ചൻ സ്വർഗത്തിലേക്ക് പോയിട്ട്. തീർച്ചയായിട്ടും അവർക്ക് ഒരു കണ്ടുമുട്ടൽ, തമ്പുരാൻ്റെ സന്നിധിയിലുള്ള ഒരു സന്തോഷം പങ്കുവയ്ക്കൽ, നമ്മളെയൊക്കെ ഓർത്ത് അവർക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്ന മനോഹരമായ അനുഭവം, ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അച്ഛനെ പോലെയുള്ളവരുടെ പൗരോഹിത്യ ജീവിതങ്ങൾ ഇനിയും നമ്മുടെ ഇടയിൽ ധാരാളം രൂപപ്പെട്ടു വരുവാൻ അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബാംഗങ്ങൾക്കും മുഴുക്കൾ ഇടവയ്ക്കും പ്രത്യേകമായ അഭിനന്ദനവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് ഭക്തി ആദരവോടെ കൃതജ്ഞതാ മനോഭാവത്തോടെ ഈ തിരുക്കർമ്മങ്ങളിൽ തുടർന്നും പങ്കുചേരാം.